2010 ഹാപ്പി ഹസ്ബൻഡ്സിൽ തുടങ്ങി ത്രീ കിങ്സ്, മല്ലു സിംഗ്, സീനിയേഴ്സ്, ക്രിസ്ത്യൻ ബ്രദേഴ്സ് അങ്ങനെ മൾട്ടി സ്റ്റാറർ പടങ്ങൾക്കും മാർക്കറ്റ് ഉണ്ടായിരുന്ന ടൈമിൽ ഇറങ്ങിയ ഒരു ചിത്രം. ആ ഒരു ടൈമില് മലയാളത്തിലെ ഏറ്റവും ടോപ്പ് കൊമേഴ്സ്യൽ ഡയറക്ടർ ആയിരുന്ന വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരു അടിച്ചുപൊളി കൊമേഴ്സ്യൽ എന്റർടൈനറിനുള്ള എല്ലാ വകുപ്പും ഉണ്ടായിരുന്ന ഒരു ചിത്രം. അതായിരുന്നു 2014 പുറത്തിറങ്ങിയ കസിൻസ്. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ബഡ്ജറ്റ് വൈസ് യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാതിരുന്ന ഒരു പടം. കാരണം എല്ലാം നല്ല ഗ്രാൻഡ് ആണ്. വിഷ്വൽസിലൊക്കെ ആ ഒരു റിച്ച്നെസ് ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കളർഫുൾ പരിപാടിയും ഗ്രാൻഡിയറും മാത്രം പോരല്ലോ, അത്യാവശ്യം നല്ല ഒഴുക്കോടെ സഞ്ചരിക്കുന്ന ഒരു കഥയും വേണ്ട പടത്തിൽ. അങ്ങനെ ഒന്ന് ഈ സിനിമയ്ക്ക് മിസ്സിംഗ് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ നിന്ന നിൽപ്പിൽ ചോദിച്ചാൽ സീനിയേഴ്സ് എന്ന സിനിമയുടെ മുഴുവൻ കഥയും പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ക്രിസ്ത്യൻ ബ്രദേഴ്സിനെ പറ്റി ചോദിച്ചാൽ അല്ലെങ്കിൽ മല്ലു സിംഗ് എന്ന ചിത്രത്തിന്റെ കഥ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കില്ലേ? എനിക്കും പറ്റും. പക്ഷേ ഈ ചിത്രത്തിന്റെ ആ ഒരു കഥ എന്തായിരുന്നു? നിങ്ങൾക്ക് ആർക്കും അതൊട്ടും ഓർമ്മ കാണില്ല എന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റ് സിനിമകളുടെ കഥ വെച്ച് നോക്കുമ്പോൾ ഒട്ടും സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡുമായിരുന്നില്ല ഈ സിനിമയുടെ കഥ. എനിവേസ്, ഈ സിനിമയിൽ നല്ലൊരു ഡാൻസ് നമ്പർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നായകനും നായികയും ഒക്കെ നല്ല കളർഫുൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പാട്ട്. ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു കലാരൂപം. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് 2014-2015 കൂടി അങ്ങനെയുള്ള അടിച്ചുപൊളി സംഗതികളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ ആഡ് ചെയ്യാൻ പറ്റിയ സിനിമകളൊക്കെ മലയാളത്തിൽ നിന്ന് ഇല്ലാതായി. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ചിത്രം വരെയും നമ്മുടെ ഇന്ദ്രജിത്ത് വാസ് വെരി മച്ച് എ യങ്സ്റ്റർ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പുള്ളി ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, പുള്ളിയിലെ ആ ഒരു ചെറുപ്പക്കാരൻ വൈബ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിരുന്നു. മേ ബി അമർ അക്ബർ ആന്റണി ആയിരുന്നു അക്കൂട്ടത്തിൽ ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.